വയനാട് വെള്ളമുണ്ടയിൽ അതിഥി തൊഴിലാളിയെ കൊലപ്പെടുത്തി സൂട്ട് കേസിലാക്കിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. മൃതദേഹം കഷണങ്ങളാക്കി ബാഗിൽ കൊണ്ടുപോയത് പെട്ടി ഓട്ടോറിക്ഷയിൽ. കൊല്ലപ്പെട്ട മുഖീബും പ്രതി മുഹമ്മദ് ആരിഫും ബന്ധുക്കളെന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. വെള്ളമുണ്ടയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണല്ലോ സുർജിത്ത്. ഈ സൂട്ട് കേസിൽ ബോഡി കൊണ്ടുപോകുന്നത് നമ്മുടെ ഓമന ചേച്ചിയൊക്കെ ചെയ്ത കാര്യമായിരുന്നു. അത്തരം കലാപരിപാടികൾ പിന്നെയും ആവർത്തിക്കപ്പെടുകയാണോ കേരളത്തിൽ? SKN, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വെള്ളമുണ്ടയ്ക്ക് അടുത്തുള്ള വെള്ളിലാടി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതൊരു ക്വാർട്ടേഴ്സാണ്. ഈ ക്വാർട്ടേഴ്സിലാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ള മുഹമ്മദ് ആരിഫ് താമസിച്ചിരുന്നത്. ഇപ്പോൾ പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്താണ് കൊലപാതകം നടന്നത് സംശയം പോലീസിനുണ്ട്. അതുകൊണ്ടാണ് ഇത് സീൽ ചെയ്തിരിക്കുന്നത്. ഈ ആരിഫും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും കഴിഞ്ഞിരുന്നത് ഈ ക്വാർട്ടേഴ്സിലാണ്. ഈ കേസിൽ കൊല്ലപ്പെട്ട മുഖീബ് എന്ന് പറയുന്ന ആൾ 4ാമത്തെ ക്വാർട്ടേഴ്സിലാണ് ഒരാഴ്ച മുമ്പ് വരെ താമസിച്ചിരുന്നത്. തൊട്ട് 4ാമത്തെ ക്വാർട്ടേഴ്സ്. അതിനുശേഷം താമസം മാറി എന്നുള്ളതാണ് നാട്ടുകാരെല്ലാം പറയുന്നത്. ഈ ആരിഫിന്റെ ഭാര്യയുമായി മുഖീബിന് ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള സംശയമാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യമാണ് പോലീസ് പങ്കുവെക്കുന്ന കാര്യം. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വെച്ച് കൊലപാതകം നടത്തി അതിനുശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് തൊട്ടടുത്ത്, അതായത് 3 കിലോമീറ്ററോളം അകലെയാണ് ഈ മൂളിത്തോട് എന്ന് പറയുന്ന ഒരു പാലമുള്ളത്. ആ പാലത്തിന്റെ താഴെ വാഴത്തോപ്പിലേക്ക് ഒരു സൂട്ട് കേസ്, മൃതദേഹമാക്കിയ ഒരു സൂട്ട് കേസ് വലിച്ചെറിഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റൊരു സൂട്ട് കേസ് അതിന്റെ തൊട്ടപ്പുറത്ത്, പാലത്തിന്റെ തൊട്ടപ്പുറത്ത് തന്നെ വലിച്ചെറിയുകയാണ് ഉണ്ടായത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഇതര സംസ്ഥാനക്കാരനായിട്ടുള്ള ഒരു ഓട്ടോ ഡ്രൈവർ, പെട്ടി ഓട്ടോ ഡ്രൈവറാണ്. ആ പെട്ടി ഓട്ടോയിലാണ് ഇത് കൊണ്ടുപോയത്. ആ സംശയത്തെ തുടർന്ന് വെള്ളമുണ്ട പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ വെള്ളമുണ്ട പോലീസ് സ്ഥലത്തെത്തി നേരെ കസ്റ്റഡിയിലെടുക്കുന്ന നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ആരിഫ്, പ്രതിയായിട്ടുള്ള ആരിഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ അത്ര വലിയ കുഴപ്പക്കാരനായിട്ടുള്ള ഒരാളല്ല എന്നുള്ളത് നാട്ടുകാർ തന്നെ, ഇവരൊക്കെ പറയുന്നുണ്ട് ആ ഒരു കാര്യം. അങ്ങനെ ഒരു പ്രശ്നക്കാരനായിട്ടുള്ള ഒരാളല്ല എന്നുള്ള തരത്തിലാണ് പറയുന്നത്. ഇന്നലെ പോലും ഉച്ചയ്ക്ക് പള്ളിയിൽ ഉൾപ്പെടെ വന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഏതാനും ദിവസങ്ങളായി വലിയ രീതിയിലുള്ള മാനസിക സംഘർഷം ഉണ്ടായിരുന്നു നാട്ടുകാർ പറയുന്നുണ്ട്. അല്ലേ, അറിയുന്ന ആളല്ലേ, കണ്ട ആളല്ലേ, എന്താണ്? ഞാൻ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. നാട്ടുകാർക്കാണ് കൂടുതൽ പ്രതിയെക്കുറിച്ച് അറിയുക. കാരണം ഇവിടെയാണല്ലോ താമസിക്കുന്നത്. പിന്നെ ഒരാളെക്കുറിച്ച് നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ഒരു നല്ലതാണോ മോശമാണോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പം നിലവിൽ ഈ സംഭവം നടന്നതുകൊണ്ട് ഒരിക്കലും നമുക്കത് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. ഞെട്ടിപ്പോയനെ നാട്ടിൽ ഇത്രയും, ഈ സെൻട്രൽ, ഈ നാട്ടിലെ ഇത്രയും ഒരു ഈ വാർഡിൻ്റെ ഒരു ടൗണിൽ തന്നെ ഹൃദയഭാഗമാണ്. ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു റൂമിൽ അപ്പുറത്തെ ആൾക്കാർ താമസിക്കുമ്പോൾ ഇങ്ങനെ ഒരു കൊല നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതൊരു നല്ല ആളാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ അയാൾ എത്തിയിട്ടുണ്ടെങ്കിൽ, ആരും അറിയാതെ പിറ്റേ ദിവസം രാത്രി കൊണ്ടുപോയി അവിടെ തട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഈ നേരത്തെ ഇവിടെ ഇയാളെ കാണലുണ്ട്. പ്രത്യേകം ഒരു മോശം അഭിപ്രായം കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ സ്വഭാവത്തെ പറ്റി നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ. നമ്മൾ വന്നിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. ഇല്ല, ഞാൻ ജസ്റ്റ് വണ്ടി പോകുന്ന സമയത്ത് ഇങ്ങനെ പേസി ഒന്ന് അങ്ങോട്ടും കൊണ്ട് കൈവന്നിച്ചിട്ട് സലാം പറഞ്ഞു പോകും. പിന്നെ പള്ളിയിൽ വെച്ച് കാണാറുണ്ട്. മറ്റു ബന്ധങ്ങളൊന്നുമില്ല. പെയിന്റ് വർക്കാണ്. മറ്റേത് ഹൗസ് വൈഫാണ്. അവരും ഇതുവരെ വീടിൻ്റെ പുറത്തിറങ്ങിയത് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ അയൽവാസികളാണ്. ഇതുവരെ ഞങ്ങൾ അവരെ മോൻ കണ്ടിട്ടില്ല. ആ പെണ്ണിൻ്റെ ഇല്ല, കണ്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ആരിഫും ബന്ധുക്കളാണല്ലേ? അങ്ങനെയാണ് പറഞ്ഞത് കേൾക്കുന്നത്. വ്യക്തിപരമായിട്ട് അറിയില്ല. അങ്ങനെ പറയുന്നവർ പറഞ്ഞ അടിസ്ഥാനത്തിൽ ബന്ധുക്കളാണ്. നമുക്ക് അതിനെ പറ്റി അറിയില്ല. എനിക്ക് പരിചയമില്ല. ഞാൻ ഇങ്ങോട്ട് അധികം വരത്തില്ല. നമുക്കറിയാം, കണ്ടറിയുന്നല്ലാണ്ട് മരിച്ചായി വേറൊന്നും അറിയില്ല. പുറത്ത് അധികം ബന്ധമൊന്നുമില്ല. എന്തായാലും SKN ഇവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. കാരണം എന്തായാലും നിലവിലിപ്പോൾ ഈ പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഒപ്പം തന്നെ ഭാര്യയെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള ആളെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ വെള്ളമുണ്ട സ്റ്റേഷനിലാണ് ഇവരുള്ളത്. നാടിനെ നടക്കുന്ന രീതിയിലുള്ള ഒരു കൊലപാതകം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. രാത്രിയാണ് ഈ സംഭവം. രാത്രി ഈ ഇദ്ദേഹത്തെ ഉടൻ തന്നെ, അതായത് ഈ ഓട്ടോ ഡ്രൈവർ അറിയിച്ചത് വഴി ഉടൻ തന്നെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയാണ്. എന്ത് സാഹചര്യത്തിലാണ് ഈ കൊലപാതകം ഉണ്ടായത് എന്നുള്ള ചോദ്യം വരുമ്പോൾ അത് ഭാര്യയുമായി ബന്ധമുണ്ട് മുഖീബിന് എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കൊല നടത്തിയത് എന്നുള്ള തരത്തിൽ ആണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഫോറൻസിക് പരിശോധന ഇന്ന് നടക്കും. അതായത് ഈ ക്വാർട്ടേഴ്സിനകത്താണ് കൊലപാതകം നടത്തിയത്. അതിനുശേഷം കഷ്ണങ്ങളാക്കി മൃതദേഹം കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട്. പക്ഷേ അയൽവാസികളൊന്നും ഒരു അസാധാരണ ശബ്ദം പോലും കേട്ടിട്ടില്ല എന്നുള്ളതാണ്. പലരും തൊഴിലാളികളായിട്ടുള്ള ആളുകളാണ്. ഇവിടെ നിന്നും പലപ്പോഴും തൊഴിലിന് പോയ ആളുകളാണ്. പക്ഷേ ഇത് ഇന്നലെ രാത്രിയൊന്നും അങ്ങനെ ഒരു അസ്വാഭാവിക ശബ്ദമോ മറ്റോ ഒന്നും കേട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളതിന്റെ ചുരുൾ അറിയണമെങ്കിൽ പോലീസ് ഫോറൻസിക് പരിശോധന അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പോലീസ് പ്രതിയുമായി ഇവിടേക്ക് എത്തും എന്നുള്ള തരത്തിലുള്ള വിവരം കൂടി ലഭ്യമാവുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്.